കർത്താവേ, ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഇത്രയും തിയററ്റിക്കൽ നോളജിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ടാണ് ദിവ്യ എന്ന് പറയുന്ന സാക്ഷ്യം അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പം ദിവ്യയുടെ വിഷയം അമ്മ എന്താ പറഞ്ഞത്? നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലു, മാതാവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഹെവി വെയിറ്റാണ് സംഭവം. കാര്യം ഇവർക്ക് ജീവനമേ ഉള്ളൂ. അപ്പൊരു 15 ലക്ഷം കടവുണ്ട്, അനിയത്തിയെ പഠിപ്പിക്കണം. ഇനി ഇവൾക്ക് പഠിക്കേണ്ട സംഭവമാണ്. ജർമ്മനി പോകണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് BSc നേഴ്സിങ്ങിനാണ്. അതുപോലെ തന്നെ ഈ BSc നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ തന്നെ ജർമ്മനും പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാനുള്ള കാശില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നമുക്ക് ആകപ്പാടെയുള്ള ആസ്തിയുള്ളത്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജനൽ തുറന്ന് കിട്ടും. അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ജനൽ എന്ന് പറയണത് ഈ GNM പോസ്റ്റ് BSc പഠിക്കാനുള്ള ഒരു ചാൻസാണ്. പോസ്റ്റ് BSc പഠിക്കാനുള്ള ചാൻസ്. ആ പോസ്റ്റ് BSc പഠിക്കാൻ പെട്ടെന്നൊരു ത്രെഡ് കിട്ടി, ഇവൾ പോസ്റ്റ് BSc പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്നാ പറ്റും? പിന്നീട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവൾ മറന്നു പോകും. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഈ ഒട്ടിച്ചൊക്കെ വെക്കത്തില്ലേ, കാറ്റ് വരുമ്പോൾ പറന്നു പോകും. ഉടമ്പടി ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല, കാറ്റ് വരുമ്പോൾ പറന്നു പോകും. ഒരു കാറ്റ് വന്നാൽ മതി. ഉടമ്പടി അമ്മ ഒട്ടിച്ച് വെച്ച് ഇവളുടെ ജീവിതത്തിൽ നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ല എന്ന് പറഞ്ഞു. പക്ഷേ പഠിത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങി. 5:30 എഴുന്നേക്കാനൊന്നും പറ്റണില്ല കക്ഷിക്ക്. ഇവിടെ തന്നിരിക്കുന്ന പ്രശ്നം എന്ന് 5:30 എന്ന് പറയുന്നത് ടൈമാണ്. അതിന് നല്ല ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല. 5:30 പ്രാർത്ഥന നിങ്ങൾ 6:30 ചെയ്തിട്ട് കാര്യമില്ല, ഇറ്റ് ഇസ് ക്യാൻസൽഡ് ആണ്. 5:30 പ്രാർത്ഥന 5:30 തന്നെ ചെല്ലണം. അമ്മ ആദ്യം പറഞ്ഞു. അപ്പം നിങ്ങളുടെ രീതിയിൽ ടൈം മാറ്റാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ ഒരു കാര്യവും, ഉടമ്പടി കൃപാസനത്തിന് അമ്മ നൽകിയിട്ടുള്ള സ്വർഗീയമായ വെളിപാടുകളാണ്. അത് നിങ്ങളെ പരിച്ചാരികൾ കൊണ്ട് വീട്ടിൽ പോയി വെച്ച് അതൊക്കെ മാറ്റാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ ഒരു സാധനം മാറ്റാൻ പറ്റത്തില്ല. 5:30 എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടെന്നെങ്കിൽ ഈ സംഭവം ഉടമ്പടിയുടെ പ്രാർത്ഥന നടക്കണമെന്നാണ്. അല്ല 5:30 6:00 ഇല്ലാൽ മതി, 5:30 6 മണിക്ക് ഇല്ലാൽ മതി, ഒരു പണി നടക്കത്തില്ല. ആ ടൈം പോയാൽ പ്രാർത്ഥന ക്യാൻസൽഡാണ്. അതെപ്പോഴും കാര്യം അതിന് നല്ല പെയിൻ എടുക്കണം. നല്ല പെയിൻ എടുത്തില്ലെങ്കിൽ 5:30 എല്ലാം പറ്റത്തില്ല. പ്രാർത്ഥന അല്ല പ്രശ്നം, അവിടുത്തെ ടൈമാണ് പ്രശ്നം. പ്രാർത്ഥനയേക്കാൾ പ്രശ്നം ടൈമാണ്. പ്രാർത്ഥന ആർക്കാണ് ചെല്ലാൻ പറ്റാത്തത്? പക്ഷെ ആ ടൈമിൽ എഴുന്നേറ്റ് ചെല്ലണം. അതിൻ്റെ ഡിസിപ്ലിനാണ് ഇതിൻ്റെ. അത് നിങ്ങൾ തെറ്റിക്കരുത്. ഇവൾ സമയം തെറ്റിച്ചു. ഇവളുടെ എല്ലാ സംഭവവും മാതാവ് ഓപ്പൺ ചെയ്ത ഡോറെല്ലാം മാതാവ് അടച്ചു. നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്, അമ്മയുടെ ഡോറും അടക്കും. അതാണ് എൻ്റെ ഒരു വിഷയം. അതാണ് കയ്യ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്, നടക്കത്തില്ല. നിങ്ങൾക്ക് അവനെ പറ്റിപ്പ് പരിപാടി ജനിച്ച കാലം മുതൽ ഉള്ളതാണ്. പക്ഷെ അതിന് ഉടമ്പടിയിൽ അഭ്യാസം കാണിക്കരുത്. പറ്റിപ്പ് പരിപാടി ജനിച്ച കാലം മുതൽ ഉള്ളതായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഉടമ്പടിയിൽ അഭ്യാസം കാണിക്കരുത്. വെറുതെ വന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, ആലപ്പുഴ വന്ന് പണി മേടിക്കരുത്. എല്ലാം കുളമായി ഇവിടെ പഠിപ്പുമൊക്കെ കുലച്ച് എല്ലാം തീർന്നു. വീണ്ടും ഈ എണി പാമ്പും കളിയിൽ പാമ്പ് കൊത്തി 2 കൊണ്ടുവന്ന് വെച്ച്
പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇവളെ പറയടി, അമ്മയുടെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നീ ഉഴപ്പിയല്ലേ, അതാണിപ്പോൾ എല്ലാം കുപ്പ് കുത്തിയിരിക്കണത്, രണ്ടാമത് തുടങ്ങിയിടേന്ന് പറഞ്ഞു. ഇവളെ പേശിക്കേണ്ട നല്ല കൊച്ചാണ്, കുഴപ്പക്കാര്യത്തൊന്നുമല്ല. പക്ഷേ ഉഴപ്പ്, ആത്മീയ കാര്യങ്ങളൊക്കെ ഉഴപ്പ് ആന്തരിക ബോധ്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളൊക്കെ ഉഴപ്പ് ആന്തരിക ബോധ്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അടിച്ചേൽപ്പിച്ച ആത്മീയതയ്ക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പമാണത്. അതുകൊണ്ട് ഇത് രണ്ടാമത് തുടങ്ങിയപ്പോൾ വീണ്ടും ഇവൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കാനും ഒരച്ഛൻ ഇവളെ സഹായിക്കാവുന്നേറ്റ്. ഇവിടെ റിലേറ്റീവായിട്ടുള്ളൊരു അച്ഛനാണ് വളരെ, പക്ഷേ ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, പഴയ ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ്. അച്ഛൻ ഇവളെ സഹായിക്കാവുന്നേറ്റു. അങ്ങനെ അച്ഛൻ ചിലവെല്ലാം മുടക്കി ഇവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം അച്ഛനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? അമ്മയുടെ അടുത്ത് എല്ലാ കക്ഷികളും ഉണ്ട്. നമ്മൾ ഈ അഭ്യാസം കാണിച്ചിട്ടാണ് നമ്മുടെ തന്നെ കുതികാലം നമ്മൾ തന്നെ വെട്ടുകയാണേ. അമ്മയുടെ അടുത്ത് എല്ലാ കക്ഷികളും ഉണ്ട്. ഓരോ സമയത്ത് നിന്നെ സഹായിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഫ്രോഡ് പരിപാടി ഉള്ളത് കാരണം ഈ ഫ്രോഡ് ആൾക്കാർക്ക് ഒന്നും ദൈവത്തിൻ്റെ ഒരു പ്രശ്നം, ഈ ഏറ്റവും മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ പോലെയാണ്. ഒരു എറർ വന്നാൽ ഷട്ട് ഡൗൺ ആയി പോകും. നിനക്ക് ഒരിക്കലും ഒരു ഫ്രോഡ് പാർട്ടിക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. ഭയങ്കര ജാഗ്രത വേണം. ഇതിൻ്റെ വല്ല ഫ്രോഡ് പരിപാടിയും കയറുന്നുണ്ടോ? ഒന്നാമത്തിൽ മറ്റുള്ള ദൈവമായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് ഭാവി വർത്തമാനം പോലെ കാണാവുന്നത് കാരണം ഭാവിയിലും നീ ഉഴപ്പുമ്പോഴും ഇപ്പോഴത് കയറി വരിവിട. അതാണ് പ്രശ്നം. നീ ഇതെല്ലാം കഴിഞ്ഞ് ജോലിയും കിട്ടി നിൻ്റെ വഴിയെ പോയി ആരെങ്കിലും വിശ്വാസമില്ലാത്തവനൊക്കെ പ്രേമിച്ച് നീ കല്യാണം കഴിച്ച് വിശ്വാസമില്ലാത്ത കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച്, ഇതൊക്കെ ദൈവത്തിന് ഇപ്പം അറിയാം. അതാണ് പ്രശ്നം. അതാണ് ഭയങ്കര. നിങ്ങൾ ഭാവി വരെ ഇൻഷുർ ചെയ്തുകൊണ്ട് വേണം ആത്മീയതയിലേക്ക് വരാൻ. അല്ലാതെ ഇന്നിപ്പോൾ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിൻ്റെ കാലിൽ പിടിച്ചേക്കാം, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിശാചിനെ കാലിൽ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഈ ഫ്രോഡ് പരിപാടിക്ക് ദൈവത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പ്രശ്നം, നിങ്ങളുടെ ഭാവി ജീവിതത്തിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് സുവിശേഷ വിഹിതവും വിശ്വാസപരവുമായ ഒരു നിലപാടെടുക്കണം. വിശ്വാസത്തിന് വിരുദ്ധമായ എൻ്റെ മരണം വരെ ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് ദൈവത്തോട് പറയണം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിക്കുള്ളിലെ ഉടമ്പടി. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയണം, ദൈവമേ, ഇതെല്ലാം ഉടമ്പടി കാലം കഴിഞ്ഞാലും വിശ്വാസത്തിന് വിരുദ്ധമായി ഞാനൊരു ജീവിതം ആരുമായിട്ടും ജീവിക്കത്തില്ല എന്ന് ദൈവത്തോട് നിങ്ങൾ നേരത്തെ ഒരു ഇൻറ്റേർണൽ അൺസീൻ കവനൻ്റ് ചെയ്യണം. അത് കാര്യം ദൈവം നിങ്ങൾ ചെയ്തില്ലെങ്കിലും ദൈവം അത് നിരീക്ഷിക്കുന്നുണ്ട്. ചില പെൺപിള്ളേരൊക്കെ ഇവിടെ വന്ന് അച്ഛനെ കാണുന്നില്ലേ, അപ്പം ഇത് ഈ പരീക്ഷയുടെ തലയെ കൈവെക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് പൊട്ട ജീവിതത്തിലുള്ള ആളാണ്, ചുമ്മാ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ആ പിശാചിനോട് മിണ്ടത്തില്ല ഒരിക്കലും. എന്താ കാര്യം? ഇവള് ദൈവത്തെ സോപ്പിട്ട് തൽക്കാലത്തുള്ള കാര്യം അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ്. ഇവളുടെ ആത്മാവ് ഇവൾ പിശാചിനെ കൊടുത്തിട്ട് വിശ്വാസരാഹിത്യമുള്ള ബന്ധവുമായിട്ട് ജീവിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യാനാണ്? അത്ര വന്ന് പെട്ടില്ലേ, അപ്പം ജസ്റ്റ് തൊട്ട് വിടും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ ഈ കള്ളത്തരവൊക്കെ ഒന്നും ദൈവം കണ്ടുപിടിക്കണില്ല. നിങ്ങളുടെ എല്ലാ പോക്കിരിത്തരത്തിനും ദൈവം കുടയും പിടിച്ച് നടക്കണമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതം എന്ന് പറയുമ്പോൾ ഉടമ്പടിക്ക് പുറത്ത് മറ്റൊരു അൺസീൻ ഉടമ്പടി നിങ്ങൾ ഉണ്ടാക്കണം. ഉടമ്പടിക്ക് പുറത്ത് അങ്ങനെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലക്ഷയം ഈ ഉടമ്പടിയെ കയറി പിടിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ പരിശുദ്ധ അൾത്താരയിൽ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വന്നിക്കുവാൻ പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ദൈവപിതാവും ഒരുക്കി തന്ന വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജിജി, എൻ്റെ ഹസ്ബൻഡ് ജിജോ, ഞങ്ങളുടെ കുഞ്ഞ് ഡോറിയ മറിയം ജിജോ. ഞങ്ങൾക്ക് 12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു.
ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. IVF, ഫ്രഷ് എഗ് ട്രാൻസ്ഫർ, ഫ്രോസൺ എഗ് ട്രാൻസ്ഫർ, IUI ഒക്കെ ചെയ്തതാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്, അവളൊരു ഹിന്ദുവാണ്. അവൾ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. അവളെന്നോട് പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബുകളിലൂടെ ഒക്കെ ഇത് സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനമൊക്കെ യൂട്യൂബുകളിൽ കൂടെ കേൾക്കാൻ തുടങ്ങി. ഒരു ദിവസം 3-4 ധ്യാനമൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ആ ഇരിക്കുന്നിടത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഡോക്ടറിനെ കാണാൻ വന്നു. ഞാൻ ശരിക്കും വന്നത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി വന്നതാണ്. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു 2 മാസം കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കണം. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇത് കോൺട്രാസെപ്റ്റീവ് മെഡിസിനാണ്, ട്രൈ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്താണ്, എൻ്റെ മാതാവിന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ഡോക്ടറിനോട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ പോലും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് മെഡിസിൻസ് വേണ്ട, ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ കൃപാസനത്തിൽ ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വരണമെന്ന്. അപ്പം ഞാൻ ജിജോച്ചാനോട് പറഞ്ഞപ്പോൾ ജിജോച്ചാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, നിനക്ക് വേണമെങ്കിൽ തന്നെ പൊക്കോ, ഇനി ഞാൻ ഒരു പള്ളിയിലും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, നിനക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ, ഞാൻ ഇനി സംസാരിക്കത്തില്ല, നീ സംസാരിക്കണം, നീ പറയണം എന്നെ നാളെ ഇവിടെ കൊണ്ടുവരാൻ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എന്നോട് ജിജോച്ചാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് വാതുക്കെ വന്നപ്പം ഇവിടെ ചെരുപ്പ് ഊരണമല്ലോ. അപ്പം ഞാൻ ജിജോച്ചാ ചെരുപ്പ് ഊരാം. അപ്പോൾ ജിജോച്ചാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റത്തില്ല ചെരുപ്പ് ഊരാൻ, എൻ്റെ കാലയിൽ മണ്ണും പൊടിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാരയില്ല, ഞാനത് കഴുകി തുടച്ച് തരാം. നമ്മൾ ഒരുപാട് ആശുപത്രികളിൽ കാലിൽ മണ്ണും പൊടിയായിട്ട് നടന്നിട്ടുണ്ട്. കാരണം ഞാൻ UK ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത്. ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ UK ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ദുബായിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും സക്സസ് ആയിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കയറി വന്നു. ഇവിടെ ഇരിക്കുന്ന 13ാമത്തെ കൗണ്ടറിലെ മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാനിവിടെ ഒരു ചേച്ചിയെ കണ്ടു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഞാനിങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഇച്ചിരി തൈലം തരാമോ? കാരണം ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് തൈലം വയറ്റിൽ പുരട്ട് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളായ സാക്ഷ്യങ്ങളൊക്കെ. അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു, മോളെ, അത് എനിക്ക് തരാൻ പറ്റത്തില്ല, എൻ്റെ ഇങ്ങനെ പറഞ്ഞു, മുത്തേ, നീ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം എടുക്ക്, 3 മാസത്തിനുള്ളിൽ മാതാവ് നിനക്ക് അത്ഭുതം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി കരഞ്ഞു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. നവംബർ 7-ാം തീയതി ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. നവംബർ 8-ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ വന്ന് 5 മണിയായപ്പോഴത്തേക്ക് ഇവിടെ കൗണ്ടറിൽ വന്നു, ടോക്കൺ എടുത്തു, ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി. ഇടയ്ക്കൊക്കെ ഇവിടെ വരുമായിരുന്നു. അതുപോലെ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസം ഞാനിവിടെ വന്നു. അന്ന് സാധാരണ നമ്മുടെ ജോസഫ് അച്ഛൻ ഉണ്ടാകുന്ന ദിവസമല്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ക്യൂവിൽ നിൽക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെഞ്ചരിച്ച വെള്ളം തളിക്കുന്നുണ്ട് ഒരച്ഛൻ ആ കൗണ്ടറിൽ ഇരുന്ന്. അപ്പം ഞങ്ങളും ആ ക്യൂവിൽ നിന്നു. അപ്പം പെട്ടെന്ന് ജോസഫ് അച്ഛൻ എൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോയി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ പള്ളിക്കകത്ത് വന്നിരുന്നപ്പം മാതാവിനോട് നോക്കി ഞാൻ സംസാരിക്കും. അപ്പം മാതാവിനോട് പറയുക, ഞാൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട മകൻ നിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോയില്ലേ, നീ എന്തിനാ വിശ്വസിക്കാതെ ഭാരപ്പെടുന്നേ, ധൈര്യമായിട്ടിരിക്കാൻ. ഞാനങ്ങനെ ധൈര്യത്തോടെ വീട്ടിൽ പോയി. ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മേടിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരൊറ്റ രൂപമേ ഉള്ളൂ ആ കടയിലിരിക്കുന്നത്. അത് ഞാൻ മേടിച്ചു. അതിൻ്റെ അടിയിൽ ഞാൻ ലെറ്റർ എഴുതി വെച്ചു, അമ്മേ മാതാവേ, എൻ്റെ ഈ ബർത്ത്ഡേക്ക് നീ എനിക്ക് സമ്മാനമായിട്ടൊരു കുഞ്ഞിനെ തരണം. ഈ നീണ്ട 12 വർഷക്കാലം ഞാൻ ഒരുപാട് ആശുപത്രികളിൽ പോയി, ഇനി എനിക്ക് പറ്റത്തില്ല. ഈ ലോകത്തിൽ എന്നെ ഒരു സ്ത്രീയായി നീ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അമ്മയാവാൻ പറ്റണമെന്നുള്ള വാശിയോടെ ഞാനൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ലെറ്റർ നീ നിൻ്റെ തിരുക്കുമാരനും അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. നവംബറിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവായിരുന്നു. ഡിസംബറിലാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ 19-ാം തീയതി ചെക്ക് ചെയ്തപ്പം പോസിറ്റീവായിട്ട് കണ്ടു. എനിക്കതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡൈനിങ് റൂമിലിരിക്കുക. ഞാൻ ഓടി വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ഹസ്ബൻഡ് മനസ്സിലായി ഞാൻ എന്തിനാണ് ഓടി വരുന്നതെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോട്ട് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ജിജോച്ച ഒന്ന് വരാൻ പറഞ്ഞു. ഹസ്ബൻഡ് ഓടി വന്നു. ഞാനിത് കാണിച്ചു. കാരണം എൻ്റെ ഒരു ഇതായിരുന്നു, ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഇത് പറയത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഇത് കാണിച്ചു. ഞാൻ പറഞ്ഞു, ജിജോച്ച അതേ. അപ്പം ജിജോച്ചാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഞാൻ സത്യത്തിൽ വളരെ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് അധികം പ്രാവശ്യം ഇവിടെ വരാൻ പറ്റിയില്ല. പക്ഷേ ജിജോച്ചാൻ ആഴ്ചയിൽ
പറ്റുന്നിടത്തോളം സമയം അത്രയും ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പം എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വരും, പ്രാർത്ഥിക്കും, എന്നെ വാട്സപ്പിൽ വിളിച്ച് എന്നെ മാതാവിനെ കാണിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം തന്നൊരു കുഞ്ഞാണിത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞാൻ അന്ന് ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ വെച്ചു. അതെല്ലാം എനിക്ക് മാതാവ് നടത്തി തന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച കാര്യങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ മറന്നുപോയ കാര്യങ്ങൾ പോലും എനിക്ക് ലഭിക്കുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത്, ഞാനിത് ഉടമ്പടിയിൽ വെച്ച കാര്യമാണല്ലോ എന്ന്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മർത്തോമക്കാരാണ്. ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചിട്ടായിരുന്നു രാവിലെയും വൈകിട്ടും ഉറങ്ങുന്നത്. ഞങ്ങളൊരു 5 വർഷം വരെ ഞങ്ങൾ ഓക്കെ ആവും എന്നുള്ള പ്രത്യാശയിൽ പോയി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ അങ്ങ് മടുത്തു. കാരണം നമ്മൾ പള്ളിയിൽ ചെന്നാലും എവിടെ ചെന്നാലും സമൂഹത്തിന് മുമ്പിൽ ചോദ്യമാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ നടക്കുന്നേ, നിങ്ങൾക്ക് ആരെയും കാണിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മാത്രമേ ദൈവത്തിനും അറിയത്തുള്ളായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് തന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പഴയതിനേക്കാളും കൂടുതൽ എൻ്റെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് വിശ്വസിക്കുവാൻ ഇപ്പോൾ കുർബാന കാണാൻ കൊള്ളുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തുവാൻ മതിയാവനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം ഞങ്ങൾക്ക് തന്നതൊക്കെ ഈ മറ്റുള്ളവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളൊരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി ഞങ്ങളോട് ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നവരൊക്കെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ അഡ്രസ്സ് മേടിച്ച് ഞാൻ അവർക്കെല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം കൊണ്ടു കൊടുക്കാൻ പറ്റാത്തവർക്ക്. അതുപോലെ ലോക്കറ്റ്, സോൾട്ട്, ഹണി ഇതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് BP കൂടുതലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ ഒരു മരുന്നും കഴിക്കാൻ ദൈവം എന്നെ സമ്മതിച്ചില്ല. ഞാൻ വിശുദ്ധ ഉപ്പ് കഴിച്ചാണ് എൻ്റെ ബ്ലഡ് പ്രഷർ കുറഞ്ഞത്. അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഒരു ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നവംബറിലാണ് ഉടമ്പടി എടുത്തത്. 1 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റായി. അച്ഛൻ പറയാറുണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന ഉടമ്പടി നമ്മൾ പാലിച്ചാൽ ഉടനടി അനുഗ്രഹമാണ്. അതാണ് എനിക്ക് ലഭിച്ചത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ വിശ്വസിച്ചോ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ മതിയാവനാ. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാം ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പച്ചത്തിരി അതൊരു റോസാപ്പൂവായിട്ട് വിരിയുവാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പിച്ചു, ഞാൻ ഈ പ്രാവശ്യം ദൈവം എനിക്ക് കുഞ്ഞിനെ തരും. ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുപോലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ഒത്തിരി പേര് ക്യൂ നിൽപ്പുണ്ട്. ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുടെ ഒരു ക്യൂവാണ്. അപ്പം നമ്മുടെ ജോസഫ് അച്ഛൻ അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്. ഞാൻ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നെ പേര് വിളിച്ചു, ജിജി മോളെ നീ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു പറഞ്ഞു. അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് തന്ന കുഞ്ഞാണത്. ഞാൻ എൻ്റെ വയറ്റിലെന്നും ഇവിടുന്ന് പോയി ഞാൻ ഉടമ്പടി എടുത്ത് അന്നു തൊട്ട് എൻ്റെ വയറ്റിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നിടം വരെ എൻ്റെ വയറ്റിൽ ഈ തൈലം കുരിശിട്ട് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ. ഞാൻ പറയുമായിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ പേരിടുമെന്ന്. അങ്ങനെ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ തന്നു. ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് ഞാൻ ഡോറിയ മറിയം ജിജോ എന്നിട്ടു പേര്. ഡോറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനമെന്നാണ്. അമ്മ മാതാവിൻ്റെ പേരും ഞാൻ അവൾക്ക് ചേർത്തിട്ടു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തി തന്നു. ഞാൻ അലാം വെക്കുമായിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി. 5 മണിയൊന്നുമല്ല, 3 മണിയാകുമ്പോഴേ ഞാൻ ഉണരും. പിന്നെ എനിക്ക് അലാമിൻ്റെ ആവശ്യമില്ലാതായി. എനിക്ക് രാവിലെ എണ്ണീറ്റാൽ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ഡെയിലി ബ്രെഡ് കണ്ട് അത്രയും ചെയ്ത് കഴിഞ്ഞാലും പോയി കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഡയറികളിൽ എഴുതുമായിരുന്നു, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഞാൻ അത് എഴുതി എൻ്റെ ഡയറി തീർത്തു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലമാണ്. അതെല്ലാം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതെല്ലാം എനിക്ക് അത്ഭുതം എനിക്ക് തന്നു. എനിക്ക് സിസേറിയൻ ആയിരുന്നു. ഞാൻ സിസേറിയന് കയറിയ സമയത്തും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശിരൂപവും കൊന്തയും കൈ പിടിച്ചാണ് ഞാൻ സർജറിക്ക് കയറിയത്. അതുപോലെ ഞാൻ സ്കാനിങ്ങിനൊക്കെ പോകുമ്പം മാതാവിൻ്റെ കാശിരൂപം എൻ്റെ ശരീരത്തിൽ ഞാൻ കുത്തിവെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ എല്ലാം പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സ്കാനിങ് റൂമിൽ കിടന്നുകൊണ്ടിരുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. ദൈവനാമം ഇനിയും മഹത്വപ്പെടട്ടെ. അനേകായിരങ്ങൾക്ക് ഈ കൃപാസന മാതാവിലൂടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.
എൻ്റെ പേര് ലിൻഡ. ഞാൻ വരുന്നത് കായംകുളം സെൻറ് ആൻഡ്രീസ് ഇടവേളയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 12 എൻ്റെ നിയോഗങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനി പോകണം, ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാകണം. ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ അസുഖം മാറണം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, വീടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ നിയോഗങ്ങൾ. എനിക്ക് 1-ാം ക്ലാസ് തൊട്ട് ഞാൻ കണ്ണാടി വെക്കുന്ന ഒരാളാണ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ചെറിയ പ്രായത്തിൽ ടാബ്ലറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ച സമയത്ത് പിന്നെ കണ്ണാടി മാറ്റാൻ പറഞ്ഞു, ടാബ്ലറ്റ് ആക്കി. ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ സ്ഥിരം ടാബ്ലറ്റ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ഒത്തിരി സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേ അത്യാവശ്യം സ്ട്രെസ്സാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ആ ടൈമിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 6 ദിവസവും ക്ലാസ് ഉണ്ട്. എനിക്കതിനകത്ത് ഒരു 3 ദിവസമെങ്കിലും ഞാൻ വയ്യാതെ അവിടെ ഹോസ്റ്റലിൽ കിടക്കുമായിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഹോസ്റ്റലിൽ എല്ലാവരും ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, മാറും എന്നൊക്കെ പറയുന്ന കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ 2ാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്നുള്ള തലവേദന, അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല എന്തോരം വേദന അനുഭവിക്കുന്നതെന്ന്. അതെനിക്ക് മാറ്റി തന്ന എൻ്റെ അമ്മ മാതാവ്. ഞാൻ സ്ഥിരം തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ഉപ്പ് കഴിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി 2ാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മാതാവ് എൻ്റെ മൈഗ്രെയിൻ അസുഖം മാറ്റി തന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. ജർമ്മൻ്റെ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങളെല്ലാവരും പോയി എഴുതി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു ജർമ്മൻ നിർത്താം, നമുക്കിനി വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കാം, വേണ്ട ഇതിൻ്റെ പുറകിന് പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു വട്ടം കൂടെ ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് ബുക്കിംഗ് എടുത്ത്, ട്രിവാൻഡ്രത്തായിരുന്നു ബുക്കിംഗ് എടുത്തത്. ഞാൻ എഴുതി. സ്പ്രെഹൻ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ്, ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഹ്യോറൻ, ഈ 2 എണ്ണമാണ് ഞാൻ എഴുതിയത്. ഏറ്റവും പാടുള്ളതാണ് സ്പീക്കിംഗ്. അത് തന്നെ എനിക്ക് അമ്മ മാതാവ് നല്ല മാർക്കോടെ എന്നെ അത് 2ഉം പാസ്സാക്കി തന്നു. അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല. ഡേറ്റ് കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, എനിക്ക് വയ്യിനി, ഇന്നെ 2 എണ്ണം പാസ്സാക്കി തന്നില്ലേ, ബാക്കിയും കൂടെ ഒന്ന് പാസ്സാകാൻ വേണ്ടി എനിക്ക് ഡേറ്റ് എടുക്കാൻ ഒരു അവസരം താന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച്. എൻ്റെ അമ്മയാണെങ്കിൽ പ്രാർത്ഥനകൾ മുടക്കാറില്ല. ഞാൻ എന്നിട്ടും കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനകളെല്ലാം മുടക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്തോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കെന്താ അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പം പറയും എൻ്റെ കാര്യങ്ങളെല്ലാം അവസാനമായാലും ഭംഗിയായിട്ട് നടക്കുമെന്ന്. അതെനിക്ക് ഇപ്പോഴാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത്. എൻ്റെ കാര്യങ്ങളെല്ലാം അവസാന നിമിഷമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷത്തോളം ഗ്യാപ്പ് എടുത്തു. എനിക്ക് ടീച്ചറാകണമെന്നായിരുന്നു പണ്ടൊക്കെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചറാവണമെന്നുള്ള ആഗ്രഹവും നടന്നില്ല. ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകുന്നുള്ള ആഗ്രഹവും ഇപ്പം നടന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ജർമ്മൻ ട്യൂട്ടറായിട്ട് കയറ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അയച്ച് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഒരു 1.5 വർഷമായിട്ട് ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ എക്സാം എഴുതി. 2 ഇടത്ത് അടുപ്പിച്ച് ഡേറ്റ് എടുത്ത് എഴുതി. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അമ്മ കൂടെ വരും. ഞാൻ എവിടെ എക്സാമിന് പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. അമ്മ വരുന്നിട്ട് തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പ് വെച്ച് കുരിശിട്ടിട്ടായിരിക്കും ഞാൻ എക്സാം ഹാളിൽ കയറാൻ പോകുന്നത്. അതുപോലെ ഞാൻ പോയി എല്ലാ എക്സാമുകളും പാസ്സായി. ലാസ്റ്റ് കൊൽക്കത്തയിൽ എക്സാമിന് പോയത്. എക്സാമിന് പോകുന്നതിന് മുന്നേ അന്ന് ദിവസം രാവിലെ ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ റിസർവ് ചെയ്ത് ടിക്കറ്റ് ക്യാൻസലായി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് പോവാം, എക്സാം അല്ലേ, ഒരെണ്ണം കൂടെ അല്ലേ കിട്ടാവുള്ളൂ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോക്കലിൽ കയറി. ആ കൊൽക്കത്ത വരെ ലോക്കലിൽ സീറ്റ് പോലും ഇല്ല. ബംഗാളികളുടെ ഇടയ്ക്ക് അവർ എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സഫർ ചെയ്ത് ആ സീറ്റിൽ നിന്നൊന്നും എണ്ണിക്കുക പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് ഞങ്ങൾ 2 ദിവസം ട്രെയിനിൽ ഇരുന്ന് എത്തിക്കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ് മോളെ നീ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, മാതാവ് കാണാതിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി ഒരു 3-4 ദിവസത്തിനകത്ത് റിസൾട്ട് വന്ന് അതും പാസ്സായി കഴിഞ്ഞ ഉടനെ പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോഴത്തേക്കും
ഓക്കെ ആയിട്ട് എല്ലാം പ്രോസസ്സിങ് നടന്നു. എനിക്ക് കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ 1 ക്ലാസ് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഓക്കെ, ഒക്ടോബർ 1 പോവുകയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പാളയം പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ വണ്ടിയിൽ സൈഡിൽ കൂടെ പോകുന്നു. ഇപ്പുറത്തൊരു വണ്ടി ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ച്. എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഞാൻ തെറിച്ച് വീണത് ഒരു KSRTCയുടെ ഫ്രണ്ടിലാണ് തെറിച്ച് വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ കണ്ടു നിന്നവരെല്ലാം പിന്നെ വന്ന് പറയുന്നത് ഈ കൊച്ചിന് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എൻ്റെ തല പൊട്ടി ചെറിയൊരു 3 സ്റ്റിച്ചൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ മുട്ട് നന്നായിട്ട് പോയി. ആ മുട്ടിൽ മൊത്തം സ്റ്റിച്ചും ഉപ്പൂറ്റിൽ സ്റ്റിച്ചും ആയിരുന്നു. എന്നെ ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് കായംകുളത്ത് കൊണ്ടുവന്ന ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നത്. വെളുപ്പിന് 2 മണിക്ക് എന്നെ ആംബുലൻസിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നേ. അത് കഴിഞ്ഞ് എന്നെ ഡ്രസ്സിങ്ങിനെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആംബുലൻസിലായിരുന്നു. എൻ്റെ ഒരു കാല് മൊത്തം കെട്ടി പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുമായിരുന്നു. കാലനക്കാൻ വയ്യാതെ അങ്ങനത്തെ ഒരു രീതിയിലിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഈ പോക്ക് നടക്കത്തില്ല. പക്ഷേ ദൈവം അവിടെ എന്തോ പ്രവർത്തിച്ച് ആ കോൺട്രാക്റ്റ് ക്യാൻസലായിപ്പോയി. എനിക്ക് VFSന് ഡേറ്റ് കിട്ടാതെ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ആക്സിഡൻ്റ് ആയതുകൊണ്ട് മാതാവ് തന്നെ ഇത് മാറ്റി തന്നെയായിരിക്കും, ഇതിലും നല്ലത് തരും. അത് കഴിഞ്ഞ് പിന്നെ ആക്സിഡൻറ്റിൽ നിന്നെല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പ്രോസസ്സിങ്ങിന് വെച്ചു. എല്ലാ കാര്യങ്ങളും ശരിയായി. വിസ എനിക്ക് വന്നത് 43ാമത്തെ ദിവസമാണ്. വിസ വരുന്നുണ്ട് 45 ദിവസത്തിന് മുന്നേ വിസ ഉണ്ട്. എനിക്ക് അതും ഏറ്റവും അവസാനം അമ്മ തന്നത്. പക്ഷെ അമ്മ തന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്കാണ് എനിക്ക് തന്നതും. എല്ലാവരെയൊക്കെ കൂടുതൽ സ്റ്റൈഫൻഡിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. 43ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എനിക്ക് കിട്ടിയില്ല. കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എനിക്ക് വയ്യ ഇനിയും ഒന്നിൻ്റെയും പുറകിന് കിടന്ന് ഓടാൻ, ഞാൻ ജർമ്മൻ ഡ്രോപ്പ് ചെയ്യുമോ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഡ്രോപ്പ് ചെയ്യേണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചത് 17ാം തീയതി എനിക്ക് എൻ്റെ ജർമ്മനിയിലെ കോളേജിലോട്ട് 1 ലക്ഷം രൂപ അടയ്ക്കണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 15ാം തീയതി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ലോണിൻ്റെ പേപ്പേഴ്സായിട്ട് 17ാം തീയതി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 17ാം തീയതിയാണ് എനിക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, രാവിലെ വാ, നമുക്ക് ലോൺ ശരിയാക്കാം. രാവിലെ ഞാൻ അവിടെ ചെന്ന് പേപ്പർ സൈൻ ചെയ്ത് ഒരു 20 മിനിറ്റിനകത്ത് എനിക്ക് ലോൺ അപ്രൂവായി എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറി. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ ഞായറാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. അത് തന്നെ അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അമ്മ മാതാവ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. 18-20 വർഷം കൊണ്ട് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കും. ഒരു 50-60 വർഷമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു, നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ച വീടാണ്. അതിന് ഇത്രയും 20 വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ പേരിൽ ഒരു വീട് വേണം, എനിക്കൊരു വീട് താ മാതാവേ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പൈസയൊക്കെ റെഡിയാക്കി ആ വീട് നമ്മുടെ പേരിൽ വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ വീടിൻ്റെ റെനോവേഷൻ വർക്കെല്ലാം ചെയ്ത് അടിപൊളിയാക്കി ആ വീട്. എല്ലാ അമ്മ മാതാവിൻ്റെ ഐശ്വര്യം കൊണ്ടാണ് നടന്നത്. കാരുണ്യപ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. കൃപാസനത്തിലെ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു, രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുമായിരുന്നു. എൻ്റെ അമ്മയും ഞാനും കൂടെ പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം. നന്ദി.